ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിഷാലിൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ടും മാറുവാനും വിശുദ്ധിയിലും ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക്, ഭർത്താവ് മടികൂടാതെ ജോലിക്ക് പോകാൻ, നിഷാലിൻ്റെ തന്നെ അപ്പനാണ് കേട്ടോ, രാജ്യമൊക്കെ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി, പ്രമേഹ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. രാജൻ്റെ മരിച്ചുപോയൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റിജിമോളുടെ ദേഷ്യ സ്വഭാവം മാറുവാനും, ജോൺ തോമസ് ദൈവവിളി സ്വീകരിച്ച് ജീവിക്കാനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഞ്ചു പഠന മേഖല നല്ല കൃപയിലയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനന്ദിൻ്റെ കടങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇറ്റലിയിൽ നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി, പാസ്പോർട്ടിന് ശരിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനും കൂടുതൽ സമൃദ്ധി ഉണ്ടാകാനും നല്ല പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയും വളരാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാലിയേറ്റീവ് ജോലി ചെയ്യുന്ന അനൂപ് ചേട്ടനെ, വീൽ ചെയറിലായിരിക്കുന്ന ആ മകന് സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുടെ നിയോഗമാണ് ഇന്ന് നമ്മളെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 18-ാം അധ്യായം 29-ാം തിരുവചനം. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. ഹല്ലേലൂയ. വചനം പറയുകയാണ്, അവിടുത്തെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു വഴി തെളിയുന്നില്ല, നമുക്കൊരു പ്രയാസമാണ്, മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള മേഖലയാണെങ്കിൽ ഈ വചനം വെച്ച് അങ്ങോട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. വലിയൊരു വിടുതൽ അവിടെ നടക്കും. കാരണം എന്താ? വചനം പറയുകയാണ്, അവിടുത്തെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അന്ധകാരം മാറിപ്പോകും, നമുക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചയും വെളിച്ചവും കിട്ടും. അപ്പോൾ ഈ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.